العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹമുള്ള വിശ്വാസികളെ, നമ്മേറെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സർവലോക സട്ടാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനം വളരെയേറെ സന്തോഷം നൽകുന്ന, ആഹ്ലാദം നൽകുന്ന ദിനങ്ങളായിരുന്നു. ഒത്തിരി നന്മകൾ നേടിയെടുക്കുവാൻ സഹായിച്ച ഒരു മാസം കൂടിയാണ് പരിശുദ്ധ റമദാൻ. ഓരോ ദിവസവും എണ്ണി കഴിയുന്ന സമയത്ത് വളരെ ജാഗ്രതയിൽ ഓരോ നിമിഷവും നന്മകൾ ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി പരിശുദ്ധ റമദാനിനെ വരവേറ്റവരാണ് നമ്മളെല്ലാവരും. റമദാനിൻ്റെ അവസാന സമയത്തേക്ക് എത്തിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ ഓരോ ദിവസങ്ങളും
എത്രത്തോളം സംതൃപ്തമായിട്ടാണോ നാം മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് ആലോചിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഈ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ ജീവിതത്തിൽ വല്ല പിഴവുകളും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി പരിശോധിക്കാനുള്ള ഒരു അവസാന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. കാരണം റമദാൻ അങ്ങനെയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നന്മകൾ ആർജിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു മാസം നമ്മളിൽ നിന്ന് വളരെ വേഗതയിൽ പിരിഞ്ഞു പോകുമ്പോൾ റമദാൻ ഇനിയും വരുമെങ്കിലും ഇനിയൊരു അടുത്ത റമദാനിന് വേണ്ടി ഈ കൂട്ടത്തിൽ എത്ര ആളുകൾ സാക്ഷ്യം വഹിക്കുമെന്നും പറയാൻ സാധ്യമല്ല സഹോദരന്മാരെ. പിന്നിട്ട ദിവസങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുവാൻ നമുക്ക് സമയം കണ്ടെത്തിയിട്ടുണ്ടോ, സാധിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഒരു മാസത്തിൽ പരിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർക്കേണ്ട നമ്മൾ ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സമയം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള മാസങ്ങളെക്കാളും കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഈ ഒരു മാസക്കാലത്ത് എത്രത്തോളം ദാനധർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ആത്മപരിശോധന നടത്തേണ്ട അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. പരിശുദ്ധ റമദാനിന്റെ അവസാന പത്തിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കി കണ്ട അനുഷ്ഠിച്ചിരുന്ന ഒരു ഇബാദത്താണല്ലോ ഇഅ്തികാഫ് എന്നുള്ളത്. നമ്മളിൽ എത്ര ആളുകൾക്ക് അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒന്ന് മാറിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ, റബ്ബുമായി കൂടുതൽ അടുക്കുവാനുള്ള ഒരു സമയം ഇഅ്തികാഫിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതാണ്. പ്രാർത്ഥനകളും ദിക്റുകളും വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആലോചിക്കേണ്ട സമയമാണിത്. ഈ ചോദ്യങ്ങളൊക്കെ സ്വയം നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്, വേറെ ആരോടുമല്ല. ഇതൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? റമദാൻ വളരെ വേഗത്തിൽ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോയപ്പോൾ എത്രത്തോളം തഖ്വയോടുകൂടി എനിക്ക് ജീവിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നും കൂടി ചിന്തിക്കാനുള്ള സമയം കൂടിയാണ് വിശ്വാസികളെ ഈ സന്ദർഭവും സാഹചര്യവും. റമദാനിലെ അവശേഷിക്കുന്ന രാവുകളും പകലുകളും ആരാധനകൾ കൊണ്ട് ധന്യമാക്കാൻ നമ്മൾ മറക്കരുത്. ഇനി ഒരു പക്ഷേ നമുക്ക് ലഭിച്ചുകൊള്ളണമെന്നില്ല. എല്ലാ റമദാനിലും നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് ഈ റമദാനിൽ സാക്ഷ്യം വഹിക്കാൻ സാധിച്ചത്. നമുക്ക് കഴിഞ്ഞ റമദാനിൽ ഇതേപോലെ ഖുതുബകളും ക്ലാസുകളും കേട്ടിട്ടുള്ള പല ആളുകളും ഇത് തന്റെ അവസാനത്തെ റമദാനാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ആ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു ആ വാക്കുകൾ. നമ്മൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും ഇന്ന് ആരുടെ മണ്ണിലാണ്, ഖബറിലാണ്. ഇനി അടുത്ത റമദാനിൽ നമ്മുടെ അവസ്ഥയും എന്തായിരിക്കുമെന്നൊന്നും പറയാൻ സഹോദരന്മാരെ സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് അവശേഷിക്കുന്ന രാവുകളും പകലുകളും ആരാധനകൾ കൊണ്ട് ധന്യമാക്കുവാൻ നാം മറക്കരുത്. നന്മയുടെ പ്രയാണത്തിന് അവസാനമില്ല സഹോദരന്മാരെ. ജീവിതത്തിൽ നന്മകൾ എത്രത്തോളം നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നുവോ അത്രത്തോളം സാധിക്കണം.
അത് എത്ര നന്മ, ചെറിയ നന്മയാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞല്ലോ, ഫമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ശർറൻ യറ. ആരെങ്കിലും ഒരു അണുമണി തൂക്കം എന്ന് പറഞ്ഞാൽ ഒരു കടുകിനേക്കാളും ചെറുത്, അത്രമാത്രം നന്മകൾ ആരെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ നന്മയുടെ പ്രതിഫലം അല്ലാഹു ഒരിക്കലും തകർത്ത് കളയുകയില്ല. ലഭിക്കേണ്ടവൻ അല്ലാഹു അത് കൊടുത്തിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അനീതി പ്രവർത്തിക്കുന്നവനല്ല. ആരെങ്കിലും ഒരു അണുമണി തൂക്കം തിന്മ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷകളും അവൻ അനുഭവിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന വിഷയമാണ്. മുൻഗാമികളായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് സലഫ് സാലിഹീങ്ങളായ ആളുകളോട് പറയുമ്പോൾ അവരോട് ചോദിക്കും, ചിലർ റമദാനിൽ ആരാധനകൾ നിർവഹിക്കും. അങ്ങനെയാണല്ലോ, റമദാൻ ആയാൽ നമുക്കെന്താണ് ആവേശമാണ്. ഇന്ന് റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച, ഇനി നമ്മുടെ ജീവിതത്തിൽ ഇനി അവസാന വെള്ളിയാഴ്ച ലഭിക്കുമോ റമദാനിലെ എന്നുള്ളത് പറയാൻ സാധ്യമില്ല സഹോദരന്മാരെ. റമദാനിലെ ഈ അവസാന വെള്ളിയാഴ്ച ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മളല്ലേ പള്ളിയിലെത്തി. പക്ഷേ അടുത്ത വെള്ളിയാഴ്ച എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഈ നേരത്ത് നമുക്ക് പള്ളിയിലെത്താൻ സാധിക്കുമോ എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. മനുഷ്യരിൽ ചിലർ റമദാനിൽ മാത്രം ഒരുപാട് ആരാധനകൾ നിർവഹിക്കുന്നു, അവർ തഖ്വകൾ നിർവഹിക്കുന്നു. എന്താണ് അവരെ കുറിച്ച് പറയാനുള്ളത് എന്ന് മുൻഗാമികളോട് ചോദിച്ചാൽ അവർ പറയും, അവർ റമദാനിൽ അല്ലാതെ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നില്ല. മറ്റുള്ള മാസങ്ങളിൽ അവർ അള്ളാഹുവിനെ കൃത്യമായി അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. റമദാനിൽ മാത്രം ഒരു സ്പെഷ്യലായിട്ടുള്ള ഇബാദത്ത്, അതല്ല നമുക്ക് വേണ്ട സഹോദരന്മാരെ. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതുപോലെ വഅബ്ദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ജീവിതത്തിന്റെ അവസാനം വരെ അത് എപ്പോഴാണെന്ന് പറയാൻ സാധ്യമല്ല. ഒരുപക്ഷെ നാളെയായിരിക്കാം, അല്ലെങ്കിൽ 100ാമത്തെ വയസ്സിലായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ മുമ്പിലായിരിക്കാം. ജീവിതത്തിന്റെ അവസാനം വരെ തന്റെ റബ്ബിനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കണം എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നത്. മഹാനായ ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്നല്ലാഹ ലം യജ്അൽ ലിഅമലിൽ മുഅ്മിനീന അജലൻ ദൂനൽ മൗത്ത്. മരണമല്ലാതെ വിശ്വാസിയുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു ഒരു അവധി നിശ്ചയിച്ചിട്ടില്ല. മരണം വരെ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഓരോ കാലടികൾ വെക്കുന്ന സമയത്തും എന്റെ ജീവിതത്തിൽ പാപക്കറകളില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും ബാധ്യതയാണ് സഹോദരന്മാരെ. റമദാനിൽ ആരാധനകളിൽ കാണിച്ച ആവേശവും താല്പര്യവും ഇനിയും നാം നിലനിർത്തേണ്ടതുണ്ട്. അതിന് നിരന്തരമായ പരിശ്രമങ്ങളാണ് നമുക്കുണ്ടാവേണ്ടത്. അതാണല്ലോ റമദാനിനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞത്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം. റമദാനിലൂടെ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ റമദാനിൽ അത്രമാത്രം സൂക്ഷ്മതകൾ നമ്മൾ പാലിച്ചിട്ടുണ്ട്. കൈയും കാലുകളും കണ്ണുകളും നിയന്ത്രിച്ചിട്ടുണ്ട് സഹോദരന്മാരെ. നമ്മുടെ മനസ്സ് പോലും നന്മയിലേക്ക് ചായുവാൻ നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനിയുള്ള സമയമാണ് ഇതിനേക്കാളും വലിയൊരു ജിഹാദ് നമുക്കുണ്ടാവേണ്ടത്. ഇത് നിലനിർത്താൻ നമുക്ക് സാധിച്ചാൽ ഒരു മാസക്കാലം റമദാനിൽ അനുഷ്ഠിച്ച വ്രതാനുഷ്ഠാനത്തിലൂടെ വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കും സഹോദരന്മാരെ. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്തിഖാമത്താണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇസ്തിഖാമത്ത്? ഇസ്തിഖാമ എന്ന് പറഞ്ഞാൽ നിലനിർത്തുക എന്നാണ്. വിശ്വാസിയുടെ ഗുണമാണ് ഇസ്തിഖാമത്ത്. നേരെ നിലനിൽക്കുക, നന്മകളിൽ ഉറച്ചു നിൽക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, പ്രവാചകന് ശേഷം, അങ്ങേക്ക് ശേഷം ആരോടെങ്കിലും ചോദിക്കേണ്ടതില്ലാത്ത, ആവശ്യതയില്ലാത്ത ഇസ്ലാമിനെ കുറിച്ചൊരു വാക്ക്
ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത തരത്തിൽ ഒരു വാക്ക് അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് പറഞ്ഞു തരണമെന്ന് ഒരു സഹാബി വന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഖുൽ ആമൻതു ബില്ലാഹ് ഫസ്തഖിം, ഖുൽ ആമൻതു ബില്ലാഹ് ഫസ്തഖിം, നീ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയണം. എന്നിട്ട് ഫസ്തഖിം, നേരെ ചൊവ്വ. ആ റബ്ബ് പഠിപ്പിച്ച മതം, ആ റബ്ബ് കാണിച്ച മതം, ആ റബ്ബ് മനസ്സിലാക്കി തന്ന ആദർശം, ആ ആദർശത്തിൽ നീ ഉറച്ചു നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തേക്ക് എത്താൻ സാധിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, ഇത് നമ്മളോട് കൂടിയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഈ ഇസ്തിഖാമത്ത് നിലനിൽക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഏതാണ്? ഈ റമദാനിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു, ചെറിയ നന്മകൾ വരെ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം ശ്രമിച്ചിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അദ്വമുഹാ വഇൻ ഖല്ല. അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് അത് നിരന്തരമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. വഇൻ ഖല്ല, അത് എത്ര കുറച്ചാണെങ്കിലും ശരി, കൂടുതൽ ചെയ്യണമെന്നില്ല. പിന്നെയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ അത് നാം നിരന്തരമായി ചെയ്യുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രി നമസ്കാരം എത്ര ആവേശപൂർവ്വം നമസ്കരിച്ചവരാണ് നമ്മൾ എല്ലാവരും. നേരത്തെ തന്നെ പള്ളിയിലേക്ക് വന്നിട്ടില്ലേ? ഓരോ ജമാഅത്തിനും രാത്രിയുടെ ഒരു ദിവസത്തെ നമസ്കാരം നഷ്ടപ്പെട്ടാൽ നമ്മുടെ മനസ്സുകൾ പ്രയാസപ്പെട്ടില്ലേ? ഈ ഒരു മാസക്കാലം ആ പ്രയാസം ഇനിയും ഉണ്ടാവണം. അത് എത്ര കുറച്ചാണെങ്കിലും ശരി. ഇന്ന് 11 നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് നമസ്കരിക്കാൻ സാധിക്കുന്നില്ലേ? എത്ര കുറച്ചാണെങ്കിലും സഹോദരന്മാരെ, ആ ഈമാൻ നിലനിർത്താൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കണം. ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ പതിവായി ചെയ്യാൻ നാം ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആൻ ഓതിയവരാണ്. ഓരോ വക്തും രാവിലെ എഴുന്നേറ്റുകൊണ്ട് ഓതിയവരാണ്. രാത്രി നേരത്ത് ഉറക്കമണിഞ്ഞുകൊണ്ട് നമ്മൾ ഓതിയിട്ടുണ്ട്. ഉച്ച നേരത്ത് പോലും നാം ഓതിയിട്ടുണ്ട്. നേരത്തെ പള്ളിയിൽ വന്ന് പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിച്ച് ആദ്യം എടുക്കുന്നത് മൊബൈലായിരുന്നില്ല, മറിച്ച് ഖുർആനായിരുന്നു. പക്ഷേ റമദാനിന് ശേഷം അതിൽ മാറരുത് സഹോദരന്മാരെ, മാറരുത്. നമ്മൾ മറിച്ച് ആ ഖുർആനിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അത് തന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞാൻ പാരായണം ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയായിരിക്കണം ഈ റമദാനിനോട് വിട പറയാൻ നാം ഒരുങ്ങേണ്ടത് സഹോദരന്മാരെ. റമദാനിൽ നാം ശീലിച്ച ഓരോ നന്മകളും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കണം. റമദാനിൽ ഓരോ ദിവസവും സദഖ ചെയ്യാൻ നാം സന്നദ്ധരായിരുന്നു. ഇതേപോലെ പാവപ്പെട്ടവരെ സഹായിക്കുവാൻ നമുക്ക് എന്തെങ്കിലും സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ വിജയം. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മരണം നമ്മുടെ കൂടെയുണ്ട്, മറക്കരുത്. മരണം കൂടെയുണ്ട്, നാം മറക്കരുത്. ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം, ഇന്ന് ജുമാക്ക് വരണമെന്ന് ആഗ്രഹിച്ച പലരും ഇന്ന് 6 മണിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ ഇന്ന് മരിച്ചിരിക്കുകയാണ്. ഈ മരണം നമ്മുടെ കൂടെയുണ്ട് സഹോദരന്മാരെ. നിഴൽ പോലെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാളും അടുത്താണ് നിങ്ങളുടെ മരണം. നമ്മുടെ കാലും നമ്മുടെ ചെരുപ്പിന്റെ വാറും എത്ര അടുത്താണ്, എത്രമാത്രം അടുത്താണ് സഹോദരന്മാരെ. അതിനേക്കാളും അടുത്താണ് നമ്മുടെ മരണം. ഓരോ തിന്മകളും ചെയ്യാൻ നമ്മുടെ മനസ്സ് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇല്ല, എന്റെ ജീവിതം തിന്മയിലേക്ക് ഞാൻ എന്നെ വിട്ടുകൊടുക്കില്ല എന്ന ഒരു വാശി, ഒരു ജിഹാദ് നമുക്കുണ്ടാവണം. പിശാചിനോടുള്ള ജിഹാദ് നമുക്കുണ്ടാവണം സഹോദരന്മാരെ. കാരണം ഇനിയൊരു തിന്മയിലേക്ക് ഞാൻ പോകില്ല. കാരണം മരണം നമ്മുടെ മുമ്പിലുണ്ട്. ഇനി ഒരു റമദാൻ നമുക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എന്റെ അവസാനത്തെ റമദാനായതുകൊണ്ട് തന്നെ ഞാൻ ഇനിയുള്ള ഓരോ സമയങ്ങളും എന്റെ മരണം വരെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുമെന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ തമന്നു ലതമന്നു യൗമൻ മിൻ റമളാൻ. അല്ലാഹുവാണ് ഖബറാളികളോട്
നിങ്ങൾ ആഗ്രഹിക്കൂ എന്ന് പറയപ്പെട്ടാൽ, ഖബറിലുള്ള ഒരു മനുഷ്യരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹിക്കാറുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കൂ എന്ന് പറയപ്പെട്ടാൽ അവർ ആഗ്രഹിക്കുന്ന വിഷയം എന്താണെന്ന് അറിയോ? ദുനിയാവിൽ വന്നിട്ട് വലിയ ബിൽഡിംഗ് ഉണ്ടാക്കാനല്ല, ദുനിയാവിൽ വന്നിട്ട് വലിയ കച്ചവടം ചെയ്യണമെന്നുള്ള ആഗ്രഹമല്ല. അവർക്ക് അങ്ങനെ ഉണ്ടാകില്ല സഹോദരന്മാരെ. ഖബറിലെ ജീവിതം എന്നുള്ളത് അവർ മനസ്സിലാക്കിയതാണ്. അവർ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? യൗമൻ മിൻ റമദാൻ, യൗമൻ മിൻ റമദാൻ. റമദാനിലെ ഒരു ദിവസമെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ, റമദാനിലെ ഒരു ദിവസം കിട്ടിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കും. സഹോദരന്മാരെ, അതിന്റെ വില നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആരുടെ മണ്ണിൽ സ്വന്തമായി നിൽക്കുന്ന സമയത്തായിരിക്കും റമദാനിന്റെ ഓരോ ദിവസവും നമ്മൾ വില മനസ്സിലാക്കുക. കാരണം റമദാൻ എന്നുള്ളത് അങ്ങനെയാണ്. റമദാൻ ലഭിക്കുക എന്നുള്ളത് വളരെ പവിത്രതയുള്ളതാണ്. റമദാൻ കിട്ടുക എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ് സഹോദരന്മാരെ. അതിനെ നമ്മൾ മനസ്സിലാക്കണം, നെഞ്ചോട് ചേർക്കാൻ നമുക്ക് സാധിക്കണം. കാരണം മരണം നമ്മുടെ കൂടെയുണ്ട്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. ഇല്ല, അറിയില്ല എവിടെ വെച്ചാണ് മരിക്കുക എന്നുള്ളത്, എവിടെ വെച്ചാണ് നാളെ എന്ത് സംഭവിക്കുന്നു പറയാൻ സാധ്യമല്ല എന്ന് ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ഖുമാറിന്റെ അവസാനത്തെ വചനം അവസാനിപ്പിക്കുന്നത് മരണത്തെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് സഹോദരന്മാരെ, ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ ഖുർആനിന്റെ ആയത്തുകൾ അവസാനിപ്പിക്കുന്നത്. ഇത് നമ്മോട് കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്റെ മരണം ഉറപ്പാണ് എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. എല്ലാവർക്കും അറിയാം എന്താണ് മരണമുണ്ട് എന്നുള്ളത്. എല്ലാവരും മരിക്കും, ഉറപ്പാണ്. പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ വരെ വിശ്വസിക്കുന്ന ഒരു സത്യമാണല്ലോ മരണം എന്നുള്ളത്. ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചുള്ള ചിന്തയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനാൽ ഈ റമദാനിലെ ഇനിയുള്ള ദിവസങ്ങളിൽ സഹോദരന്മാരെ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. റമദാനിന്റെ അവസാന സമയത്തെത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾക്കുണ്ട്. വിശ്വാസികളെ നമ്മൾ മറന്നു പോകാതിരിക്കാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊന്ന് സകാത്തുൽ ഫിത്റാണ്. സകാത്തുൽ ഫിത്റാണ്. ആരാണ് യഥാർത്ഥത്തിൽ സകാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫർള സകാത്തുൽ ഫിത്ർ മിൻ റമദാൻ അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീൻ. മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും റമദാനിലെ സകാത്തുൽ ഫിത്ർ എന്താണ് അവരുടെ മേൽ നിർബന്ധമാക്കിയിട്ടുണ്ടെന്നാണ്. എല്ലാവരും, ഒരു വീട്ടില് 5 ആളുകൾ ഉണ്ടെങ്കിൽ ആ 5 ആൾക്കും എന്ത് ചെയ്യണം? സകാത്തുൽ ഫിത്ർ കൊടുക്കണം. ചില ആളുകൾ വിചാരിക്കുന്നതാണ് ഞാൻ കൊടുക്കേണ്ട ആളല്ല, ഞാൻ വാങ്ങേണ്ട ആള് എന്ന് വിചാരിക്കുന്നവരുണ്ട്. അല്ല, എല്ലാവരും കൊടുക്കണം. നമ്മളിവിടെ സകാത്തുൽ ഫിത്ർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും കൊടുക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ കാത്തിരിക്കരുത് സഹോദരന്മാരെ. പിന്നെന്താ ചെയ്യാന്നറിയോ? പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയത്ത് എന്ത് ചെയ്യാണ്? ഞാൻ ഫിത്ർ സകാത്ത് കൊടുത്തിട്ടില്ല ഇതാന്ന് പറഞ്ഞു വരും. അന്നേരം വാങ്ങാൻ പ്രയാസാണ്. പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പ് തന്നെ അതെന്ത് ചെയ്യണം? കൊടുത്തിരിക്കണം എന്നുള്ളതാണ്, മാറ്റിവെക്കരുത്. അതുകൊണ്ട് സൂക്ഷ്മതക്ക് നമ്മൾ നേരത്തെ കൊടുക്കുക. പെരുന്നാളിന് 1-2 ദിവസങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്യാം? അത് കളക്ട് ചെയ്യാൻ കൊടുക്കാം. അതുകൊണ്ട് നമ്മൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും കൊടുക്കാനുള്ളവർ ഇന്ന് ജുമാ കഴിഞ്ഞ് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ ഏൽപ്പിക്കുക. തന്റെ വീട്ടിൽ എത്ര ആളുകളുണ്ട് അംഗത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? കൊടുക്കാൻ സന്നദ്ധരായി തീരുന്ന സഹോദരന്മാരെ. അതേപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ സകാത്തുൽ ഫിത്ർ നിർബന്ധമാണ് എന്ന് മനസ്സിലായല്ലോ. സുന്നത്തല്ല, അത് ഫറളാണ് എന്ന് പഠിപ്പിച്ചു. ഇനി സകാത്തുൽ ഫിത്ർ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് ഒരാൾ കൊടുത്തതെങ്കിൽ സകാത്തുൽ ഫിത്ർ മൻ അദ്ദാഹ ഖബ്ല അസ്സലാത്ത് ഫഹിയ സകാത്തുൻ മഖ്ബൂലത്തുൻ. നിസ്കാരത്തിന്റെ മുമ്പ് ഒരാൾ കൊടുത്താൽ, സകാത്തുൽ ഫിത്ർ കൊടുത്താൽ അത് അല്ലാഹുവിന്റെയും സ്വീകരിക്കും. വമൻ അദ്ദാഹ ബഅദ അസ്സലാത്ത് ഫഹിയ സദഖത്തുൻ മിൻ സദഖാത്ത്. നിസ്കാരത്തിന് ശേഷമാണ് ഒരാൾ കൊടുത്തതെങ്കിലോ അത് സദഖയാവും, സകാത്തുൽ ഫിത്ർ ആവില്ല. അപ്പൊ സകാത്തുൽ ഫിത്ർ എന്തില്ല? വീട്ടൂല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം.
എന്തിനാണ് സകാത്തുൽ ഫിത്ർ കൊടുക്കുന്നത്? നമ്മുടെ നോമ്പിൽ എന്തെങ്കിലും കളങ്കങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് കഴുകിക്കളയാനുള്ള ഒരു സാഹചര്യം കൂടിയാണ്, സന്ദർഭം കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, എന്താണ് യഥാർത്ഥത്തിൽ സകാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഓരോ നാട്ടിലും ജനങ്ങൾ പൊതുവായി ഭക്ഷിക്കുന്ന ധാന്യം ഒരു സാഹ് നൽകുകയാണ്. ഒരു സാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കിലോ 40 ഗ്രാമും, ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം. എന്നിരുന്നാലും ഈ അളവിനനുസരിച്ച് കൊണ്ട് ചെയ്യണം നമ്മളുടെ മുഖ്യാധാരമായിട്ടുള്ള വിഭവം പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യുക, കൊടുക്കുക എന്നുള്ളതാണ് സകാത്തുൽ ഫിത്ർ കളക്ട് ചെയ്താൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ സാഅൻ മിൻ തംറിൻ ഔ സാഅൻ മിൻ ശഈർ. റമളാനിൽ ഒരു സാഇ ഈത്തപ്പഴമോ ഗോതമ്പോ സകാത്തുൽ ഫിത്റായി നൽകുന്നത് നിർബന്ധമാക്കി. അത് അവരുടെ ഭക്ഷണമാണ് സഹോദരന്മാരെ. നമ്മളുടെ ഭക്ഷണം എന്താണ്, മുഖ്യാധാരം എന്താണോ അതാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം സഹോദരന്മാരെ. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ അവസാനിക്കുന്നതിന് മുമ്പായി മുസ്ലിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ബാക്കിയുള്ള ആളുകൾ സഹോദരന്മാരെ ഇന്ന് തന്നെ ഏൽപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നന്മകൾ ചെയ്യുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹമുള്ള വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പരിശുദ്ധ റമളാനിൻ്റെ ഏതാനും എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. പുണ്യങ്ങൾ ഏറെ കരസ്ഥമാക്കാനുള്ള നല്ല സമയവും സന്ദർഭവുമാണ് ഇനിയുള്ള ദിവസങ്ങളും. നോമ്പിന് 27-ാം രാവ് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് പള്ളി കാലിയാവരുത്, ഖുർആൻ പാരായണങ്ങൾ അവസാനിപ്പിക്കരുത്, സ്വതക്കകൾ നിർത്തലാക്കാൻ പാടുള്ളതല്ല. ഇനിയുള്ള ഓരോ ദിവസങ്ങളും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങൾ കൂടിയാണ്. നമുക്കറിയില്ല ഏതാണ് ദിവസം എന്നൊന്നും. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സജീവതകൾ നാം നിലനിർത്താൻ സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വതക്കകൾ നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനിയൊരു അവസരങ്ങൾ ഒരുപക്ഷെ നമുക്ക് ലഭിച്ചുകൊള്ളുമെന്നില്ല. കൊടുക്കാനുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ നാം തയ്യാറായി തീരുക. മഹാനായ ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം സ്വതക്കയെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയാണ്, സ്വതക്ക ചെയ്യുന്ന മനുഷ്യർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ താൻ കൊടുക്കുന്ന സ്വതക്കയുണ്ടല്ലോ, താൻ കൊടുക്കുന്ന സ്വതക്ക ഒരു പാവപ്പെട്ടവന് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നതിന് മുമ്പ് ആ സ്വതക്ക തന്റെ റബ്ബിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും അവന്റെ കീശയിൽ തന്നെ ആ സ്വതക്ക നിർത്തൂല, കൊടുക്കും. ഞാനൊരു 500 കൊടുത്താൽ അത് ഒരാൾ വാങ്ങുന്നതിന് മുമ്പായി തന്റെ നീയത്ത് പോലെ ആ സ്വതക്ക റബ്ബിലേക്ക് ഉയർന്നിട്ടുണ്ട് സഹോദരന്മാരെ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പുണ്യമാണ് നമ്മൾ കരസ്ഥമാക്കേണ്ടത്. അല്ലെങ്കിൽ ആരുടെയെങ്കിലും നന്ദി വാക്കുകളല്ല. അതുകൊണ്ട് ഇനിയുള്ള ഓരോ ദിവസങ്ങളും വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട ഓരോ ദിവസങ്ങളും സ്വതക്കകൾ വർദ്ധിപ്പിക്കുവാൻ നാം സന്നദ്ധരായിത്തീരുന്നു. നമുക്കറിയാലോ, റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച, ഈ അവസാന വെള്ളിയാഴ്ച, ഇനി റമളാനിലെ ഇനി ഒരു വെള്ളിയാഴ്ച നമുക്ക് കിട്ടുമോ എന്നൊന്നും പറയാൻ സാധ്യമല്ല സഹോദരന്മാരെ. ഈ റമളാനിന്റെ ഈ സമയത്ത് അവസാന വെള്ളിയാഴ്ച നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള സ്വതക്ക നിങ്ങൾ മാറ്റിവെക്കുക. നിസ്കാരം കഴിഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ സ്വതക്ക എത്രയാണ് കഴിഞ്ഞ ആഴ്ചയും മുമ്പത്താഴ്ചയും കൊടുത്തതിനേക്കാളും ഇരട്ടി
ഇനി അടുത്ത വെള്ളിയാഴ്ച ഇതുപോലെ കൊടുക്കാൻ നമ്മൾ ഉണ്ടായിക്കൊള്ളുമെന്നില്ല. എന്നാലും അന്ന് കൊടുത്തതുപോലെയല്ലല്ലോ ഇന്ന് റമദാനിലെ വെള്ളിയാഴ്ചയാണല്ലോ. കൊടുക്കാനുള്ളത് കൊടുക്കുക സഹോദരന്മാരെ. നമ്മുടെ മക്കളുടെ കയ്യിൽ കൊടുത്ത് മോനെ ഇത് നീയും കൂടി കൊടുക്കണം എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കണം. അവരും ഈ നന്മയിൽ പങ്കാളികളാവട്ടെ സഹോദരന്മാരെ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെയാണ് പെരുന്നാളിന്റെ ദിവസം നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷങ്ങൾ നൽകുന്ന ദിനമാണ് പെരുന്നാൾ ദിവസം എന്നുള്ളത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി. നമുക്കറിയാം, മലയാളികൾ എന്നുള്ള രീതിയിൽ പറയേണ്ട ആവശ്യമില്ലെങ്കിലും പ്രവാചകന്റെ സുന്നത്ത് മനസ്സിലാക്കി നമ്മൾ ഇതിനെ വേണ്ടി തയ്യാറെടുക്കുക. ഒന്ന് കുളിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നവരാണ്. ഒരുപക്ഷെ മലയാളികൾ എന്നുള്ള രീതിയിൽ ഒരു ദിവസം 2-3 പ്രാവശ്യം കുളിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഈ കുളി എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിനെ കൊണ്ട് കുളിക്കുക എന്നുള്ളത് പ്രത്യേകമായി കൊണ്ട് സുന്നത്താക്കിയ കുളിയാണ് എന്ന് നമുക്ക് ഹദീസുകളിലൂടെ കാണുവാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, നല്ല വസ്ത്രം ധരിക്കുക. പെരുന്നാളിന്റെ ദിവസം നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ് സഹോദരന്മാരെ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു ഒരിക്കൽ അങ്ങാടിയിൽ നിന്ന് ഒരു ജുബ്ബ വാങ്ങിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇബ്ദഅ ഹാദിഹി തജമ്മൽ ബിഹാദാ ലിൽഈദ് വൽ വുഫൂദ്. റസൂലേ, ഇത് നിങ്ങൾ വാങ്ങുക. റസൂൽ, ഞാനിത് തരുന്നത് നിങ്ങൾ ഇതൊന്ന് വാങ്ങുക, പെരുന്നാളിന് നിങ്ങൾ ധരിക്കുക. അതേപോലെ തന്നെ താങ്കളെ കാണാൻ വേണ്ടി നിവേദക സംഘങ്ങൾ വരുമല്ലോ, ആ സമയത്തും ഈ പുതിയ ഡ്രസ്സ് ഇടണം റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് സമ്മാനമായിക്കൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുകയാണ്. ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്നറിയൂ സഹോദരന്മാരെ? നിസ്കാരത്തിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും നല്ല വസ്ത്രമായിരിക്കണം. പെരുന്നാളിന് മാത്രമല്ല, കല്യാണത്തിന് പോകുമ്പോൾ നല്ല വസ്ത്രവും പള്ളിയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാ, ഏതെങ്കിലും ആയിട്ടെ എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചെന്നറിയോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പള്ളിയിലേക്ക് വരാൻ ജുമാക്ക് വേണ്ടി മാത്രം വസ്ത്രമുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. എന്തേ? അത്രമാത്രം അള്ളാഹിന്റെ പള്ളിയിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ല സീനത്തുള്ള വസ്ത്രമായിരിക്കണം. സീനത്തുള്ള വസ്ത്രം, അത് ഏറ്റവും നല്ല വസ്ത്രം എന്നുള്ളത് വെളുത്ത വസ്ത്രമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം ശ്രമിക്കണം സഹോദരന്മാരെ. സൂചിപ്പിച്ചത് പെരുന്നാളിന്റെ ദിവസം ഏറ്റവും നല്ല വസ്ത്രം. നമ്മുടെ അയൽവാസികൾ വസ്ത്രം എടുത്തില്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. കുടുംബത്തിൽ ആർക്കെങ്കിലും വസ്ത്രം എടുത്തില്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വസ്ത്രം അവർക്കും, ഇത് നിങ്ങൾക്കുള്ളതാണ്. എത്രയോ ആളുകൾ കാത്തിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എത്രയോ ചെറ്റക്കൂടിലെ മക്കൾ ആരെങ്കിലും കൊണ്ടു തന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ മക്കളുണ്ട്. നമുക്കറിഞ്ഞുകൊണ്ട് അവർക്ക് കൊടുക്കാൻ സാധിക്കണം. ഇതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈദ്ഗാഹിലേക്ക് വരുന്ന സമയത്ത് പുതിയ വസ്ത്രം ധരിച്ചു വരുമ്പോൾ ആ വസ്ത്രം ഇസ്ലാമികമായിരിക്കണം. ആണും പെണ്ണും എല്ലാം ഇസ്ലാമികമായിരിക്കണം. പുരുഷൻ നിര്യാണിക്ക് മുകളിൽ തന്നെ ആയിരിക്കണം. ഉറപ്പുവരുത്തണം. ഞാനിപ്പോ ഏതായാലും എടുത്തുപോയി, അത് നിര്യാണിക്ക് താഴെ എന്ത് ചെയ്യാം? അത് അതിനുള്ള മാർഗം സ്വീകരിക്കണം നമ്മൾ, അല്ലേ? ചെരുപ്പ് ചെറുതായി എന്താ ചെയ്യാ? അതിട്ട് വരുമോ? കാല് മുറിക്കോ? ഇല്ല, അത് തിരിച്ചു കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനനുസരിച്ചുള്ളത് വാങ്ങും. ഇത് തന്നെയാണ് തന്റെ വസ്ത്രം. ഒരു മാസക്കാലം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ഞാൻ ഇനി ഒരു ഹറാമ് ചെയ്യില്ല, ഒരു തിന്മ ചെയ്യില്ല. എന്റെ വസ്ത്രം അള്ളാഹുവിന് ഇഷ്ടമുള്ളതായിരിക്കണം. നിര്യാണിക്ക് മുകളിൽ തന്നെ ആയിരിക്കണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ ആൺമക്കളുടെ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യത്തിലും ശ്രദ്ധിക്കണം. ഞാൻ തന്റെ മകൾക്ക് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്ന വസ്ത്രം ഇസ്ലാമികമല്ലെങ്കിൽ അത് ധരിക്കാൻ പാടുള്ളതല്ല. ഞാൻ എന്റെ പെൺകുട്ടിക്ക് അത് ധരിപ്പിച്ചു കൊടുക്കില്ല. എന്റെ ഭാര്യയ്ക്ക് ഞാൻ അത് കൊടുക്കില്ല. ഞാൻ അറിയാതെ എടുത്തു കൊടുത്തതാണ്. പക്ഷേ അറിയാത്തതാണെങ്കിലും അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത വസ്ത്രം ധരിക്കില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് സഹോദരന്മാരെ.
ഈദ്ഗാഹിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇസ്ലാമികമായ വസ്ത്രവിധാനത്തിലൂടെ കൂടെ തന്നെയായിരിക്കണം, അല്ലാതെ പ്രച്ഛന്ന വേഷത്തിലൂടെ ആവരുത്. എന്റെ വസ്ത്രങ്ങൾ എല്ലാവരും കാണട്ടെ, പുതിയ പുതിയ മോഡലുകൾ കാണട്ടെ എന്നുള്ളതല്ല. എന്റെ റബ്ബ് കാണുന്ന, എന്റെ റബ്ബിന് ഇഷ്ടമുള്ള വസ്ത്രമിട്ടുകൊണ്ട് മാത്രമേ ഞാൻ ഈദ്ഗാഹിലേക്ക് വരും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തണം. മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുഗന്ധം പൂശിക്കൊണ്ട്. സുഗന്ധം പൂശുക എന്നുള്ളത് എപ്പോഴും സുന്നത്തുള്ള കാര്യമാണ്. അത് പ്രത്യേകിച്ച് പെരുന്നാളിന്റെ ദിവസങ്ങളും. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയാണ്, ഞാൻ അറിവുള്ളതിൽ നിന്ന് കേട്ടിട്ടുണ്ട്, എല്ലാ പെരുന്നാളിലും അലങ്കാരവും സുഗന്ധവും അവർ സുന്നത്താക്കിയിരുന്നു എന്നുള്ളത്. അഥവാ അവർ നല്ല വസ്ത്രം ധരിക്കും, അതേപോലെ തന്നെയാണ് നല്ല സുഗന്ധങ്ങൾ ധരിച്ചുകൊണ്ടാണ് അവർ പെരുന്നാളിന് ഹാജരാകുക എന്ന് കാണുവാൻ സാധിക്കും. ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്കല്ല. സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും സുഗന്ധം പൂശാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, സുഗന്ധം പൂശിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ത്രീക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും കിട്ടൂല എന്ന് അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പെൺകുട്ടിയും എന്റെ ഭാര്യയും സുഗന്ധം പൂശിക്കൊണ്ട് ഈദ്ഗാഹിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഈദ്ഗാഹിൽ മാത്രമല്ല, ഈദ്ഗാഹിന് ശേഷം അങ്ങനെ തന്നെയായിരിക്കണം. പെരുന്നാളിന്റെ ദിവസം മാത്രമല്ല, ക്യാമ്പസുകളിലേക്ക് പോകുന്ന സമയത്തും എന്റെ പെൺകുട്ടി സുഗന്ധം ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് സഹോദരന്മാരെ. കാരണം പ്രവാചകൻ പഠിപ്പിച്ചതാണല്ലോ. നാലാമത്തെ കാര്യം, നമ്മൾ പെരുന്നാളിന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സുന്നത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ ഫിത്തർ ദിനത്തിൽ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് എന്തെങ്കിലും ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഈദ്ഗാഹിലേക്ക് പുറപ്പെടുക എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണത്? സുന്നത്താൻ സഹോദരന്മാരെ. ബലിപെരുന്നാളിന്റെ സമയത്തൊന്നും കഴിക്കാതെയും ചെറിയ പെരുന്നാളിന്റെ സമയത്ത് എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ്ഗാഹിലേക്ക് പുറപ്പെടുമായിരുന്നു എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അഞ്ചാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തക്ബീർ ചൊല്ലലാണ്. ശവ്വാലിന്റെ മാസപ്പിറവി കണ്ടത് മുതൽ പെരുന്നാൾ നമസ്കാരം തീരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക? തക്ബീറുകൾ, പെരുന്നാൾ നമസ്കാരം ആരംഭിക്കുന്നത് വരെ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ് സഹോദരന്മാരെ. പുരുഷന്മാർ ഒച്ചത്തിലും സ്ത്രീകൾ പതുക്കെയുമാണ് അത് ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക, തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അത് പ്രവാചകന്റെ സുന്നത്ത് കൂടിയാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈദ്ഗാഹിലേക്ക് നമ്മൾ നേരത്തെ എത്തുക. നമുക്കറിയാലോ നമ്മുടെ ഈദ്ഗാഹ് ഇവിടെ നടക്കുന്നത് രാവിലെ 7:15 നടക്കുന്ന ഈദ്ഗാഹിനെ പിന്നെ 7:13 ഓടിയെത്തുക എന്നുള്ളതല്ല, നേരത്തെ വരിക, സുബഹിക്ക് മുമ്പ് തന്നെ ഒരുങ്ങുക. നമ്മൾ പല സ്ഥലങ്ങളിലേക്കും പോകുന്ന സമയത്ത് എത്ര നേരത്തെ എഴുന്നേൽക്കാറുണ്ട്? നമ്മൾ ഒന്ന് ഒരുങ്ങാറില്ലേ സഹോദരന്മാരെ? രാത്രി ഉറക്കം വരും നമുക്ക്? ഇല്ല. എന്തുകൊണ്ടാണ്? നാളെ ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഇന്ന സ്ഥലത്തേക്ക് പോകേണ്ടതാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക, ശവ്വാലിന്റെ ആ രാത്രി, ആ ദിവസം തന്നെ മാസപ്പിറവി കണ്ട ആ രാത്രി നമ്മൾ ഓർക്കുക, നാളെ രാവിലെ അതിനേരത്തെ തന്നെ പള്ളിയിലേക്ക് സുബഹി നമസ്കാരത്തിന് പോകണം. പെരുന്നാളിന്റെ ദിവസം പള്ളി കാലിയാവരുത്. സുബഹിക്ക് എന്താണ്? പള്ളിയിൽ ആളുണ്ടാവണം. മനസ്സിലായില്ലേ? അത് പാടില്ല. ഇന്ന് ഫുള്ളായിരിക്കും, ഇന്ന് മുഴുവനായിട്ടും ആളുകൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ പെരുന്നാളിന്റെ ആ ദിവസം തീരുന്നത് കാലിയാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. നേരത്തെ കുളിച്ചൊരുങ്ങി വന്ന് സുബഹി നമസ്കരിച്ച് സൂര്യൻ ഉദിച്ച ആ സമയം സഹോദരന്മാരെ ഈദ്ഗാഹിലേക്ക് നടന്നു പോവുക എന്നുള്ളത് വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്. വാഹനത്തിൽ പോകാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നേരത്തെ ഒരുങ്ങി നേരത്തെ നമ്മൾ ഈദ്ഗാഹിലേക്ക് എത്തി തക്ബീറുകൾ ചൊല്ലി ആസ്വദിക്കുവാൻ എന്റെ സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യണം? സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ്ഗാഹുകളിലേക്ക് പോയിരുന്നത്, പ്രവാചകൻ പോയിരുന്നത് പോകുന്ന സമയത്ത് വേറെ വഴിയിലൂടെയും തിരിച്ചുമുട്ടിലേക്ക് പോകുമ്പോൾ മറ്റൊരു വഴിയിലൂടെയും ആണ് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. വ്യത്യസ്ത വഴികളിലൂടെ പോകുമ്പോൾ വ്യത്യസ്ത ആളുകളെയും കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ, ഈ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റഹ്മാനായ നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ സ്വതക്ക, നമ്മുടെ റമദാനിന്റെ ഈ അവസാന വെള്ളിയാഴ്ചയുടെ സ്വതക്ക
നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയാണ്. സ്ത്രീകളും പുരുഷന്മാരും അകമഴിഞ്ഞുകൊണ്ട് ഈ അള്ളാഹുവിന്റെ ഭവനത്തിന്റെ വേണ്ടി സദഖ ചെയ്യാൻ നാം ഓരോരുത്തരും സന്നദ്ധരായി തീരുക. റഹ്മാനായ നാഥൻ നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോ നന്മകളും നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഈ പരിശുദ്ധ റമദാനിലെ ഓരോ ദിവസവും കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നന്മകൾ ചെയ്തിട്ടുണ്ട് നാഥ. അള്ളാഹുവേ, ഞങ്ങൾ തിരസ്കരിക്കാതെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമാറാകണമേ. അള്ളാഹുവെ, ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമാറാകണമേ. രാത്രി നേരങ്ങളിൽ ഞങ്ങൾ നിന്ന് നമസ്കരിച്ചിട്ടുണ്ട്. അള്ളാഹുവെ, ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമാറാകണമേ. ആ നമസ്കാരം ഞങ്ങൾക്ക് നിലനിർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹം ചെയ്യുമാറാകണമേ. അള്ളാഹുവെ, രാവും പകലുമായി കൊണ്ട് ഖുർആനിന്റെ ഓരോ അധ്യാപനങ്ങളും ഞങ്ങൾ ഓതിയിട്ടുണ്ട്. അള്ളാഹു ഞങ്ങൾക്ക് സ്വീകരിക്കുകയും ചെയ്യുമാറാകണമേ. റമദാനിലെ നോമ്പും ഈ ഖുർആനിലെ ഓത്തുകളും പാരായണവും അള്ളാഹുവെ നാളെ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരാക്കി തീർക്കുകയും ചെയ്യുമാറാകണമേ. അള്ളാഹുവെ, ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമാറാകണമേ. രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് നാഥ. അള്ളാഹുവെ, അവർക്ക് നീ ആരോഗ്യം നൽകി അനുഗ്രഹം ചെയ്യുമാറാകണമേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടിട്ടുള്ള ആളുകൾ അള്ളാഹുവെ, ഇന്നും ഇന്നലെയുമായി മരണപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. അള്ളാഹുവെ, അവരുടെ ഖബർ ജീവിതം നീ വിശാലമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹം ചെയ്യുമാറാകണമേ. അള്ളാഹുവെ, അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകണമേ. അള്ളാഹുവേ, നീ ഞങ്ങളെ പരിഗണിക്കണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളെ നീ തട്ടിമാറ്റില്ലേ നാഥ. ഞങ്ങളെ നീ പരിഗണിക്കണമേ നാഥ. അള്ളാഹുവെ, ഖിയാമത്ത് നാളിൽ കോടാനുകോടി മനുഷ്യന്മാർ അണിനിരക്കുന്ന സമയത്ത് ഞങ്ങളെ വഷളാക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നാഥ ഞങ്ങളെ നീ ഉണ്ടാക്കല്ലേ നാഥ. അള്ളാഹു ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാണ്. അള്ളാഹു എന്നെ സഹായിക്കുകയും ചെയ്യുമാറാണ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا صيامنا وقيامنا وسجودنا وتلاوتنا يا رب العالمين. اللهم ربنا تقبل منا صدقاتنا يا رب العالمين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.